അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വേദവാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ വചനത്തിനകത്ത് 3 ആത്മിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 1, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. 2, ദൈവത്തെ അറിഞ്ഞവർ ഉറച്ചു നിൽക്കുക. 3, ദൈവത്തെ അറിഞ്ഞവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക. ഈ 3 കാര്യങ്ങൾ അല്പസമയം കൊണ്ട് വിവരിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. വേദപുസ്തകം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വിജയം. കടബാധ്യതയുള്ള ഒരാൾ ദൈവത്തിൻ്റെ അടുക്ക വരുമ്പോൾ അവൻ പറയും, ദൈവത്തെപ്പോലെ നല്ലൊരു ഫൈനാൻസർ ലോകത്തിൽ ഒരിടത്തുമില്ല. രോഗിയായൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്ക നിന്ന് സൗഖ്യം പ്രാപിക്കുമ്പോൾ അവൻ പറയും, ഇതുപോലെ രോഗസൗഖ്യം തരുന്നൊരു ദൈവം വേറെയില്ല. ഏതു കോടതിയിൽ പോയിട്ടും പരിഹാരമില്ലാത്ത വിഷയം ദൈവ കോടതിയുടെ മുമ്പിൽ തീർക്കപ്പെടുമ്പോൾ അവർ പറയും, ഇതുപോലെ നല്ലൊരു ജഡ്ജ് വേറെയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു പിടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കുടുംബത്തിൽ വന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹരിക്കപ്പെടുമ്പോൾ അവർ പറയും, ഇതുപോലൊരു പ്രശ്ന പരിഹാരകൻ വേറെയില്ല. എന്നാൽ നാം ഈ പറഞ്ഞതൊന്നുമല്ല ദൈവം. അറിയുന്തോറും അറിയാനുള്ള കൊതി ഒരു മനുഷ്യൻ്റെ അകത്തുണ്ടാകും ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ 1-ാമത്തെ സന്ദേശം, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. ചോദ്യം, നമുക്ക് ദൈവത്തെ എത്ര അറിയാം? ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. ജോൺ ചാപ്റ്റർ 17:3, 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രതിസന്ധിയുടെ നടുവിലും ഒരു ദൈവ പൈതൽ പതറാതിരിക്കുന്നതിൻ്റെ രഹസ്യം, അവൻ്റെ ദൈവത്തെ അറിയാം. നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ കുലുങ്ങാതെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമുണ്ട്. ദൈവം വിളിച്ചു വേർതിരിച്ച മക്കൾ ദൈവത്തെ അറിയാതിരിക്കുന്നത് ദൈവത്തിന് വലിയ ദുഃഖകരമായ അനുഭവമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പം തൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് പ്രവചിക്കുക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, പക്ഷേ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, കൈയടിക്കുന്നുണ്ട്, സഭാ രജിസ്ട്രി പേരുണ്ട്, മരിച്ചാൽ സഭ അടക്കിക്കോളും, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അറിയേണ്ടതുപോലെ കർത്താവിനെ നീ അറിയുന്നുണ്ടോ? ഇന്ന് അല്പനേരം നമ്മൾക്കൊന്ന് ധ്യാനിക്കാം, എങ്ങനെ ദൈവത്തെ അറിയുന്നേ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പറഞ്ഞു കേട്ടൊരറിവല്ല, ജീവിത അനുഭവത്തിൽ ദൈവത്തെ രുചിക്കണം. സ്തോത്രം. അറിയേണ്ട പോലെ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ പ്രശ്നത്തിനും കർത്താവ് പരിഹാരം തരും. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഹോശയ്യാവ് പറയുകയാണ്, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. ദൈവത്തിന് നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. നാം അറിവിൻ്റെ ലോകത്തിൽ അറിവിൻ്റെ പുറകെയായിപ്പം. ചോദ്യം, ദൈവത്തെ അറിയാനുള്ള ഉത്സാഹം എത്രയുണ്ട്? ഞാൻ തുടക്കത്തിലേ പറയാം, അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ ഇപ്പോൾ നിന്റെ മുമ്പിൽ തലമുക്കി നിൽക്കുന്ന മുഴുവൻ പ്രശ്നവും ഇന്ന് 0 ആവും. മനസ്സിലായില്ല? നിന്റെ ദൈവത്തെ അറിയേണ്ടതുപോലെ നീ അറിഞ്ഞാൽ
ഇന്നും നിന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കുന്ന മുഴുവൻ പ്രശ്നവും സീറോയാവും. കാരണം നിന്റെ ഉള്ളിൽ ദൈവം ഹീറോയാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം നിങ്ങളോട് പറയുക. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും. പൊളിച്ചു കളയത്തില്ല. അവരെ നടും. പറിച്ചു കളയത്തില്ല. ഞാൻ യഹോവയെന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം. ഞാൻ യഹോവയെന്ന് എന്നെ അറിയുവാൻ അറിയത്തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായി. പറഞ്ഞാട്ട് യഹോവ ദൈവമെന്ന് അറിയത്തക്ക ഒരു ഹൃദയം അവർക്ക് കൊടുക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയാനുള്ള റൂട്ട് ഹൃദയത്തിലാ. ആ ഹൃദയത്തിൽ മാറ്റം വരണം. ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ യഹോവയെന്ന് അവരറിയത്തക്ക രീതിയിൽ ഒരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. കാരണം 115 സങ്കീർത്തനത്തിൽ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. അന്നേരം പപ്പ അടിക്കരുത്, ശ്രദ്ധിക്കണം. നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. സങ്കീർത്തനകാരൻ പറയാ, എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഒരാമയും പറയണം. ചിലരൊക്കെ നിന്നോട് ചോദിക്കും, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് നിന്റെ ദൈവം എവിടെ? അവർ മാത്രമല്ല, ജാതികൾ മാത്രമല്ല. ഒരിക്കൽ ഗിദെയോൻ ചോദിച്ചു, നമ്മളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നെന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ നമ്മുടെ ദൈവം എവിടെ? കേട്ടോ, ഒത്തിരി ശുശ്രൂഷ ചെയ്തവന് പോലും ചോദിക്കാം, ദൈവം എവിടെ? ഒരിക്കൽ വള്ളത്തെ കയറി ശിഷ്യന്മാർ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പം വലിയ തിരമാലയുണ്ടായി. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ഉടനെ കൂടെ നിന്ന് ശിഷ്യന്മാർ പറയുക, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവൻ ആരാ? ലോകത്തിന് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാ, യേശു ആരാ? നിങ്ങൾക്ക് പിടികിട്ടിയോ? പാസ്റ്റർ മുമ്പേ ഒരു ഭാര്യ ഇവിടെ പ്രസംഗിച്ചു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നി, ഇപ്പോൾ നാം ദൈവമക്കൾ ആകുന്നു. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. സ്തോത്രം. അവിടെ ഒരു വാക്കുണ്ട്, ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ലോകത്തിന് അറിയാത്തത് കൊണ്ട് നിന്നെയും അറിയുന്നില്ല. സ്തോത്രം. ഞാനിവിടെ ദൈവത്തിൻ്റെ സന്ദേശം പറയാം. സ്തോത്രം. ലോകത്തിന് ദൈവത്തെ അറിയത്തില്ല. പ്രാർത്ഥിക്കാൻ വന്ന നിനക്ക് ദൈവത്തെ അറിയാവോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാമെന്ന് ചോദിച്ചേ. എന്നിട്ട് ചോദിച്ചാൽ എന്നെ അറിയാമെന്ന് ചോദിച്ചേ. അറിയാമെന്ന് പറഞ്ഞു, പക്ഷേ എന്നെ അറിയാം എൻ്റെ മിണ്ടുന്നില്ല. ചെല്ലോട് ചോദിക്കും, ഇംഗ്ലീഷ് അറിയാമോ? അറിയാം. എന്നെ അറിയാം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാൻ അറിയാം. ഹിന്ദി അറിയോ? പിന്നെ അറിയാം. എന്തുവാ? അറബി അറിയോ? പിന്നെ അറിയാം. അസ്സലാമു അലൈക്കും അറിയാമല്ലോ. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ദൈവത്തെ നിനക്ക് എന്തുമാത്രം അറിയാം? വീട്ടിൽ ചെന്നേ ചിച്ചിന് നേരം ചിന്തിക്കണം. ഞാൻ കുറേ നാൾ കൈയിടിക്കുന്നു, പാസ്റ്റർമാർ പറഞ്ഞ് രക്ഷിക്കപ്പെടണം, അന്നേരം കൈപൊക്കി. സ്നാനപ്പെടണം, അന്നേരം ഇറങ്ങി നിന്ന് തന്നു, ഞങ്ങൾ സ്നാനപ്പെടുത്തി. അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞ് വന്നിരുന്നു, പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാപിച്ചു. പക്ഷെ നിന്റെ ദൈവത്തെ എത്ര അറിയാം? മിണ്ടുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സൈഡിൽ നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ എഴുത്, മറു സൈഡിൽ ദൈവത്തെ അറിയാനുള്ള സ്റ്റെപ്പ് എടുക്ക്. നിന്റെ പ്രശ്നങ്ങൾ സീറോയാകുന്നത് കാണാം. തിരിച്ചറിയാൻ പറ്റുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ബൈബിൾ പറഞ്ഞ ദൈവത്തെ അറിയുന്ന നീ തകരത്തില്ല, ഉറച്ചു നിൽക്കും.